അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് സമീപനം വളരെ വ്യക്തമാണ്. അത് ഇന്ത്യയിലെ മറ്റ് ഒരു സംസ്ഥാനത്തും സ്വീകരിച്ചിട്ടില്ലാത്ത ധീരമായ ആർജവത്തോടെയുള്ള നിലപാടാണ്. അപ്പം ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത്, അവരുടെ റിപ്പോർട്ട് ഉണ്ടായത്. പിന്നെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാരിനൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റിയുടെ അധ്യക്ഷ ഹൈക്കോടതിയുടെ റിട്ടയർഡ് ജഡ്ജിയായിരുന്നല്ലോ, നിയമം നന്നായിട്ട് അറിയുന്ന ആളാണ്. സുപ്രീം കോടതിയുടെ തന്നെ വിധികളും നിരീക്ഷണങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത്, റിപ്പോർട്ട് കമ്മിറ്റിയുടെ മുമ്പിൽ പലരും വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചത് ഈ കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഉറപ്പിലാണ് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ ചൂണ്ടിക്കാണിച്ചതായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കമ്മിറ്റിയുടെ തന്നെ അധ്യക്ഷയുടെ തന്നെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കൊടുത്ത കത്ത് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ഉദ്ധരിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വൈകലുണ്ടായിട്ടുള്ള. സർക്കാർ വൈകിപ്പിച്ചതല്ല, സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല. ഇതിൽ ഇരകളായവരും ഇതിൽ ആരോപണവിധേയരായവരൊക്കെ ഒരുമിച്ചാണ് ഇപ്പോൾ ഒരു കോൺക്ലേവ് നടക്കാൻ പോകുന്നത്. അത്തരം ഒരു കോൺക്ലേവിൽ ഇരകളാക്കപ്പെട്ടവരെ കൂടി വിളിച്ചു വരുത്തി അതിലെ ആരാണോ അവരെ ഇരയാക്കിയത് അവരോടൊപ്പം വരുത്തി ഇതൊരു സമവായത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതി ശരിയാണോ? നോക്കാം, നമ്മളിപ്പോ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നതിനെ തമസ്കരിക്കാനും വസ്തുതകളെ വളച്ചൊടിക്കാനുമുള്ള ശ്രമമാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ രാഷ്ട്രീയം പ്രവർത്തിച്ചു തുടങ്ങി, അതാണ് കാണുന്നത്. സങ്കുചിത രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ വല്ലതും ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇരകളും വേട്ടക്കാരും എല്ലാം ഒരുമിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നത്? ഒറ്റ ഉദ്ദേശമേ സർക്കാരിന് ഇക്കാര്യത്തിലുള്ളൂ എന്നാണ് സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. സമഗ്രമായൊരു നയം, സിനിമാ മേഖലയെ സംബന്ധിച്ച് ഒരു നയമുണ്ടാവണം. അത് ആ കമ്മിറ്റിയുടെ തന്നെ ശുപാർശയാണ്. ആ നയം ആവിഷ്കരിക്കുന്നതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉൾപ്പെട്ട ഒരു കോൺക്ലേവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ വേട്ടക്കാരും ഇരകളും ഒരുമിച്ചിരിക്കും എന്നതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരുമിച്ചിരുത്തും എന്നാണ്. അല്ലാതെ നിങ്ങളതിനെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഹൈക്കോടതി തന്നെ ഈ കേസ് നിരീക്ഷിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇതിൽ ഇരകളാക്കപ്പെട്ടവരൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. അവർ പരാതിയുമായി രംഗത്ത് വരേണ്ട ആവശ്യമില്ല. അവരുടെ പരാതിയിൽ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാവുമോ എന്ന് സർക്കാർ പരിശോധിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഉന്നയിച്ചു. ഇക്കാര്യത്തിലൊക്കെ സർക്കാർ നിയമപരമായിട്ടാണല്ലോ പ്രവർത്തിക്കുക. നിയമപരമല്ലാത്തൊരു നടപടിയും സർക്കാരിൽ നിന്നുണ്ടാവില്ലല്ലോ. നിയമപരമായിട്ടുള്ള സ്വീകരിക്കാവുന്ന നടപടി എന്താണോ ആ നടപടിയായിരിക്കും സർക്കാർ സ്വീകരിക്കുക. കാരണം നിയമമാണ് മുകളിൽ നിൽക്കുന്നത്. നിയമത്തിന് വിധേയമായിട്ട് മാത്രമേ പ്രവർത്തിക്കൂ. ഇതുവരെ സ്വീകരിച്ച നടപടികൾ മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യമാണ്. പിന്നെ അവിടെ ജസ്റ്റിസ് ഹേമ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ, മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിരുന്നു. അപ്പോൾ അത് സർക്കാർ കമ്മിറ്റിയുടെ തന്നെ ശുപാർശ കണക്കിലെടുത്താണ്. അതുകൊണ്ടാണ് ആരോ ചൂണ്ടിക്കാണിക്കുകയുണ്ടായല്ലോ, ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ശുപാർശയിൽ കേസെടുത്ത് അന്വേഷിക്കാനുള്ള ശുപാർശ വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ശുപാർശ അതിനകത്തില്ല. നിയമപരമായിട്ടുള്ള എല്ലാ സാധ്യതയും പരിശോധിക്കുക, നിയമപരമായിട്ട് സർക്കാർ ചെയ്യുക എന്നുള്ളതല്ലേ. ഞാൻ പറഞ്ഞത് ഓരോ കാര്യത്തിലും ഇപ്പൊ എന്തായാലും ഹൈക്കോടതിയുടെ മുമ്പിൽ അതുണ്ടല്ലോ. എന്താണ് നിയമപരമായിട്ട് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട മാർഗം എന്നുള്ളത് ഇപ്പൊ ഹൈക്കോടതിയും നോക്കുന്ന എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ അറിഞ്ഞിട്ടില്ല, ഇപ്പൊ പറഞ്ഞതാണ്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹേമ കമ്മിറ്റിയെ വെക്കേണ്ട കാര്യം എന്തായിരുന്നു? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സർക്കാരിന്റെ മുകളിൽ മറ്റാരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടാണോ ഹേമ കമ്മിറ്റി വെച്ചത്? സർക്കാരിന്റെ തീരുമാനമായിരുന്നു ഹേമ കമ്മിറ്റിയെ വെക്കാനുള്ളത്. അതാ പറഞ്ഞത്, ഇത് ചിലത് ചെറുതാക്കി കാണിക്കാൻ. അങ്ങനെ ഒരു ക്രെഡിറ്റ് ഇപ്പോൾ കേരളത്തിലെ സർക്കാരിന് കിട്ടണ്ട. ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നിട്ടില്ലേ?
മീറ്റു പോലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായില്ലേ? എവിടെയാണ്? ബോളിവുഡിൽ ഉണ്ടായില്ലേ? മറ്റു പലയിടത്തും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുണ്ടായി. എന്തേ ഒരു ചർച്ചയും വരാതിരുന്നത്? എന്തേ ആരും ഒരു കമ്മിറ്റിയെ വെക്കണമെന്നോ അന്വേഷിക്കണമെന്നോ പറയാതിരുന്നത്? ആരും പറയാതെ തന്നെ ഇത്തരത്തിലൊരു നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചു. അങ്ങനെ ഇപ്പോൾ ഗവൺമെന്റിനെ കുറിച്ചൊരു നല്ല അഭിപ്രായം ഉണ്ടാവരുത് എന്നത് ഉദ്ദേശിച്ചല്ലേ ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഗവൺമെന്റ് വെച്ചൊരു കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ശുപാർശകളിൽ നടപടികൾ, സ്വീകരിച്ച നടപടികൾ എന്ത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികളും എന്താണ് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അപ്പോൾ സർക്കാരിന് ഹേമ കമ്മിറ്റി സർക്കാർ വെച്ച കമ്മിറ്റിയാണ് എന്നതുകൊണ്ട് തന്നെ അതിന്റെ നടപടികളെ, ശുപാർശകളെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞല്ലോ. ഇനി അതിനപ്പുറം വ്യക്തമാക്കാനുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ രാഷ്ട്രീയമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനുള്ള ശ്രമം പ്രതിപക്ഷം നടത്തട്ടെ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ വിഷയമായിട്ടല്ല കാണുന്നത്. വേറൊരു കാര്യം കൂടി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ എണ്ണി പറഞ്ഞത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത്തരം കേസുകളിൽ എപ്പോഴെല്ലാം പരാതി വന്നോ മുഖം നോക്കാതെ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവർക്കും ഇതിനെ നടപടിയെടുത്തിട്ടുണ്ടെന്നുള്ളത് പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? അല്ല, എവിടെയെങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും അത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? എല്ലാവർക്കും ഇതിനെ കേസെടുത്തില്ലേ? ആരെല്ലാം ജയിലിൽ കിടന്നു? അതെല്ലാം ഈ കേരളത്തിലാണ് ഉണ്ടായത്. അത് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അക്കാര്യത്തിൽ എന്താണോ നിയമപരമായിട്ട് സ്വീകരിക്കേണ്ട നടപടി, നിയമപരമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുക. അത് സാംസ്കാരിക മന്ത്രി അക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കും. കോൺക്ലേവ് കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്. കോൺക്ലേവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നയം രൂപീകരിക്കാനുള്ള കൂട്ടായ ചർച്ചയാണ്. അത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കൂട്ടിയല്ലേ നടത്തേണ്ടത്. അത്രയേ ഉള്ളൂ. അതിനെ വേറൊരു തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ ഞാൻ WCCയുടെ ഒരു പ്രധാനപ്പെട്ട വക്താവ് സംസാരിക്കുന്നത് കേട്ടു. അവരെ കോൺക്ലേവിനെ ആകെ തള്ളിപ്പറയല്ല ചെയ്തത്. അവർ പറഞ്ഞത് കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ വരട്ടെ എന്നുള്ളതാണ്. അപ്പം നമ്മൾ അപ്പോഴേക്കും ചിലർ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കും കോൺക്ലേവ് എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്.